നമസ്കാരം. അൺലിമിറ്റഡ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മറ്റൊരു വിഷുക്കാലം കൂടി നമ്മെ തേടിയെത്തുകയാണ്. ഈ വിഷു കഴിയുന്നതോടുകൂടി തിരുവാതിര നക്ഷത്രക്കാർ ഉദിച്ചുയരുവാൻ പോവുകയാണ്. 2026 ശരിക്കും തിരുവാതിര നക്ഷത്രക്കാരുടെ വർഷമാണ്. കാത്തിരുന്നത് പലതും സംഭവിക്കുന്ന വർഷം. സാമ്പത്തിക ഉന്നതിക്ക് ഏറ്റവും മികച്ച സമയം. നിങ്ങളുടെ വീട്ടിൽ ഒരു തിരുവാതിര നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ ഉണ്ടോ? ഉണ്ടെങ്കിൽ പുതുവർഷം ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, ആ വീട്ടിലെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നിർണായക ദിവസങ്ങൾ, നിർണായക വർഷം ആയിരിക്കും എന്നുള്ളതാണ്. ഈ 2026 തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവബഹുലങ്ങളായ പല സംഭവങ്ങളും നടക്കുന്ന വർഷമാണ്. ഇന്നത്തെ അധ്യായത്തിൽ നാം നിങ്ങളോട് പറയുവാൻ പോകുന്നത് 2026 തിരുവാതിര നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ്. സമഗ്രവും ആധികാരികവും ഏറ്റവും വിശ്വസനീയവും സത്യസന്ധവുമായ കാര്യങ്ങൾ, നേരും നിറവുമുള്ള പ്രവചനം. ഇതൊന്ന് കേട്ടു നോക്കൂ. കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. തിരുവാതിര നക്ഷത്രക്കാരുടെ സമഗ്രമായ രാശിഫലങ്ങൾ നോക്കി പഠിച്ചിട്ട് ഗവേഷണം നടത്തിയിട്ട് ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന, കർമ്മപുഷ്ടി ഉണ്ടാകുന്ന, തൊഴിലിൽ പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്ന, തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുന്ന പുതുവർഷം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുവാൻ കഴിയുന്ന പ്രവചനമാണ് ഇത്. നിങ്ങൾക്ക് എന്റെ പ്രവചനം 100% സത്യസന്ധതയോടെ വിശ്വസിക്കാം. അത്രമാത്രം ഉറപ്പോടുകൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. തിരുവാതിര നക്ഷത്രക്കാരായ നിങ്ങൾക്ക് ഏറെ ഗുണങ്ങളുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ദോഷങ്ങളുമുണ്ട് 2026. ദോഷമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ചെറിയ ദോഷങ്ങൾ മാറിപ്പോകുന്നതിനുള്ള ചില വഴിപാടുകൾ ഞാൻ ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പോലെ നിങ്ങൾ ജപിക്കേണ്ട മന്ത്രങ്ങൾ അതും പറഞ്ഞു തരാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കർമ്മപുഷ്ടിയാണ് 2026 നിങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം. എന്തായി കർമ്മപുഷ്ടി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുക. തൊഴിൽ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക്, വളരെ നാളുകളായിട്ട് ഒരു തൊഴിലിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുക. PSC പരീക്ഷകളൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് ജോലിക്ക് നിയമനം ലഭിക്കുക. ഇങ്ങനെ സംഭവിക്കുന്ന ഒരു വർഷമാണ്. നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുമായിക്കൊള്ളട്ടെ, ചിലപ്പോൾ നിങ്ങൾ ഒരു കർഷക തൊഴിലാളിയായിരിക്കാം, അല്ലെങ്കിൽ സാധാരണ ഒരു കൂലിപ്പണിക്കാരനായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഉയർന്ന നിലയിൽ ജീവിക്കുന്ന, ഉയർന്ന പ്രൊഫഷണൽ വിദ്യാഭ്യാസമുള്ള ആളായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ജോലിയിൽ ഉയർച്ചയും ജോലി വഴി നിങ്ങൾക്ക് സാമ്പത്തിക ഐശ്വര്യങ്ങളും വന്നു ചേരും. നിങ്ങൾ ബിസിനസ് നടത്തുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സംരംഭങ്ങൾ നടത്തുന്നവരോ ആണെങ്കിൽ ആ ബിസിനസ്സിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം വളരെ അധികം ഉണ്ടാവും. അതുപോലെ ഷെയർ മാർക്കറ്റിംഗ് രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ധനം സമ്പാദിക്കാൻ കഴിയുന്ന സമയമാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഉപരിപഠന സംബന്ധമായിട്ട് വളരെ നല്ല സമയമാണ്. നേരത്തെ പഠനകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന അലസത, മടി ഇതൊക്കെ മാറി പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടുവാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ ഉപരിപഠനത്തിന് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ വിവാഹ യോഗം, ഭവന യോഗം, വാഹന യോഗം ഇതൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. വർഷങ്ങളായിട്ട് വിവാഹ ബന്ധത്തിന് ആഗ്രഹിച്ചിരുന്നവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന വർഷം. പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. വീട് പണിയൊക്കെ തുടങ്ങിയിട്ട് അത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന നിരവധി തിരുവാതിര നക്ഷത്രക്കാരുണ്ട്. അവർക്ക് ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ പഴയ വാഹനം കൊടുത്ത് പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന, അത് 2 വീലർ ആയിക്കോട്ടെ 4 വീലർ ആയിക്കോട്ടെ, ഏത് വാഹനമാണെങ്കിലും നിങ്ങൾക്ക് പുതിയ വാഹനം വാങ്ങാൻ കഴിയുന്ന ഒരു സമയമാണ്. അതിനുള്ള ഏറ്റവും മികച്ച സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതുപോലെ വിദേശത്ത് ജോലി ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ ഒട്ടനവധി തിരുവാതിര നക്ഷത്രക്കാരുണ്ട്. വിദേശത്ത് നിങ്ങൾക്ക് തൊഴിലവസരങ്ങൾ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിലവസരങ്ങൾ വന്നു ചേരും. വിദേശത്തുണ്ടായിട്ട് വിസിറ്റിംഗ് വിസയിലൊക്കെ പോയിട്ട് ജോലിക്ക് അപേക്ഷിച്ച് ഇന്റർവ്യൂസ് കഴിഞ്ഞു, പക്ഷെ ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ നിരാശപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ മഹാദശയും അന്തർദശയും ഒക്കെ നോക്കിയിട്ട് അതിന് പരിഹാരങ്ങൾ കൂടി ചെയ്താൽ പരിപൂർണമായിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂല സമയമാണ്.
1201 മേടമാസത്തിന് ശേഷം, അതായത് 2026 കടന്ന് ഏതാണ്ട് ഏപ്രിൽ പകുതിക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പല മാറ്റങ്ങളും സംഭവിക്കുന്നത്. അതുവരെയുള്ള സമയം വളരെയധികം ശ്രദ്ധയും കരുതലും വേണ്ട ഒരു സമയമാണ്. പല രീതിയിലുള്ള അപകടങ്ങൾ, അസുഖങ്ങൾ, വീഴ്ചകൾ ഇതൊക്കെ സംഭവിക്കാൻ സാധിക്കുന്ന സമയമാണ്. അതുപോലെ ശത്രുക്കളെയൊക്കെ കരുതിയിരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കൈവിട്ട കളികൾക്കൊന്നും, സാഹസികമായ കാര്യങ്ങൾക്കൊന്നും പോകാതെ ഇരിക്കുക. അതുപോലെ മറ്റുള്ളവരുടെ ശത്രുത വളർത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളും പ്രവൃത്തികളും പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. ഈ 4 മാസക്കാലം നിങ്ങൾ കുറച്ച് ശ്രദ്ധ വെക്കേണ്ട സമയമാണ്. പുതുവർഷം ഏപ്രിൽ പകുതി അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സമയം തെളിഞ്ഞു എന്ന് തന്നെ പറയാം. ഇതിലും മികച്ച സമയം ഇനി സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ധനാഭിവൃദ്ധി ഏറ്റവും എടുത്തു പറയേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ധനാഭിവൃദ്ധി നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് വന്നു ചേരും. ലോട്ടറി സൗഭാഗ്യം, നിധി പോലും കിട്ടാനുള്ള യോഗം എന്ന് രാശി നോക്കിയപ്പോൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. സമ്പത്തുകൊണ്ട് ആറാടുന്ന ദിവസങ്ങൾ തന്നെയായിരിക്കും 2026 നിങ്ങൾക്ക് സംഭവിക്കുക. ഗജകേസരി യോഗവും നീചഭംഗ രാജയോഗം അഥവാ ചക്രവർത്തി യോഗവും വന്നു ചേരുന്ന അസുലഭ സമയങ്ങൾ. രാജകീയ ജീവിതമാണ് 2026 നിങ്ങൾക്ക് വന്നു ചേരുക. തിരുവാതിര നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരുപാട് വിഷമസന്ധികളിലൂടെ, പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചവരാണ്. നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങൾ നന്നേ കുറവ്. ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, കടബാധ്യതകൾ, തൊഴിൽ പ്രശ്നങ്ങൾ, ഇങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള പ്രതിസന്ധികൾ നിരവധിയാണ്. കുടുംബ ജീവിതത്തിലെ തകരാറുകൾ, ദാമ്പത്യ ജീവിതത്തിലെ പരാജയങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാണ്ട് 8-9 വർഷക്കാലമായി നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ്. ചിലർ ജനനം മുതൽ തന്നെ ദുരിതകാലം അനുഭവിച്ചു വരുന്നു. എന്നാൽ 2026 എഴുതി വെച്ചോളൂ, സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ്. ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, നിങ്ങളുടെ കടബാധ്യതകളെല്ലാം മാറും. നല്ല രീതിയിൽ സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് വന്നു ചേരും. ചക്രവർത്തി യോഗവും ഗജകേസരി യോഗവും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരങ്ങളായ പല ഫലങ്ങളും ഉണ്ടാക്കും. പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത ഒരു ഏപ്രിലിന് ശേഷം നല്ല സമയമാണ്. പ്രതിസന്ധികൾ മാറി ജീവിതം പച്ച പിടിക്കുന്ന സമയം. വലിയ റിസ്ക് പിടിച്ച കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഏർപ്പെടരുത്. അതുപോലെ പണം കടം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതെ മുന്നോട്ട് പോവുക. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് തിരുവാതിര നക്ഷത്രക്കാർ ജീവിക്കുന്നത്. ഏതാണ്ട് 10-15 വർഷക്കാലമായി നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പോലും തിരുവാതിര നക്ഷത്രക്കാർക്ക് കഴിഞ്ഞിരുന്നില്ല. സങ്കടക്കടലിന്റെ നടുവിലായിരുന്നു തിരുവാതിര നക്ഷത്രക്കാർ. ആരോടും ഒരു പരിഭവം പറയാതെ, ദുഃഖങ്ങൾ അറിയിക്കാതെ ജീവിച്ചു പോന്നു. കണ്ണീരിൽ കുതിർന്ന എത്രയോ രാത്രികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രണയം നടിച്ച് നിങ്ങളുടെ സർവസ്വവും കവർന്നവരുണ്ട്. ചതിക്കുഴികളിൽപ്പെട്ട് പണവും സമ്പത്തും നഷ്ടപ്പെട്ടവരുണ്ട്. ചില ബന്ധങ്ങൾ ചതിക്കുഴികളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും സമയമേറെ വൈകി. നിങ്ങളെ പറ്റിച്ചവർ, നിങ്ങളെ ചതിച്ചവർ, വഞ്ചിച്ചവർ ഇപ്പോൾ സുഖമായി ജീവിക്കുന്നു. നിങ്ങളോ നിരാശയുടെ, സങ്കടത്തിന്റെ പടുകുഴിയിൽ. ഈ നക്ഷത്ര ജാതകരായ ചെറിയ വിദ്യാർത്ഥികൾ പോലും പ്രണയക്കുരുക്കിൽപ്പെട്ട് ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് രാശി നോക്കുന്ന സമയത്ത് ചിലർ ലഹരിക്ക് പോലും അടിമപ്പെട്ടതായി കാണുവാൻ സാധിച്ചു. വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകൾ, കുടിശ്ശികകളെല്ലാം ഈ നാളുകാർക്ക് ഉണ്ട്. എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ സാമ്പത്തികമായി മേന്മ വന്നു ചേരുന്ന സമയമാണ്. കടബാധ്യതകൾ മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും വീട്ടുവാൻ നിങ്ങൾക്ക് കഴിയും. ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ്. വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ്. വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറേയേറെ അലസത, മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോട് കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത്. ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ, ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും. ഭഗവാന്റെ, ഞാൻ പറഞ്ഞല്ലോ, ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ്. ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ
ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള്, രാഷ്ട്രീയ പ്രവർത്തകര്, സാമൂഹിക പ്രവർത്തകര്, ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ബാങ്കിംഗ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ, അപവാദങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ചെയ്യാത്ത തെറ്റിന്റെ ശിക്ഷ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ചില വഞ്ചനകള്, ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട്. പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക, ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക, ധനം മോഷ്ടിക്കുക, ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ്. കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ, ചില വേദനകൾ, ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ പുതിയ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മേടം, ഈടവും, ചിങ്ങം, തുലാം മാസങ്ങളിൽ ചെയ്യണം. ഈ 4 മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക്, അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക, അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക, വാഹനം വാങ്ങുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും 2026 ഈ 4 മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക്, പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും. അതായത് 1201 ആണ്ട് മേടമാസവും ഇടവമാസവും, 1202 ആണ്ട് ചിങ്ങമാസവും തുലാമാസവും, ഈ 4 മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ, ഇറങ്ങി പുറപ്പെടുവാൻ, ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം. അപ്പോൾ ഈ പറഞ്ഞ 4 മാസങ്ങളിൽ നേരം കുറിച്ച്, സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും. വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹ യോഗം, അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ്. അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ. കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം എടുക്കുമ്പോൾ ധനാഗമനം, വാഹനയോഗം, സന്താന സൗഭാഗ്യം, ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹ യോഗം, കർമ്മപുഷ്ടി, കീർത്തി, ഈ 6 കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുമെന്നാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാത്ത ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം, വിവാഹ സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും. അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ്. വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി, പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി, എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് 2026. ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി, അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ 2026 ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും. കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗ്രഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം. അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചത് കൊണ്ട് ഈ 2 കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല. ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമഴ്ത്തി ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 5ാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമഴ്ത്തിയാൽ സന്താന സൗഭാഗ്യം ഉണ്ടാവും. എന്നാൽ എല്ലാവർക്കും 5ാം ഭാവത്തിൽ രാഹു ആയിരിക്കില്ല സന്താന പ്രതിബന്ധ കാരകനായിട്ട് നിൽക്കുക. അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും. ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ 2026 ഈ 2 യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടുപോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുന്ന ഒരു വർഷമാണ് 2026. ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം. വീട്, വാഹനം, ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം.
പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം 2026 ലഭിക്കും. അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ്. പുതിയ സൗഹൃദ ബന്ധങ്ങൾ, പുതിയ പ്രണയ ബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ്. അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും. കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ, നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന, അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ സത്യസന്ധതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം. അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും, മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി, അവർക്ക് വളരെ നല്ല സമയമാണ്. കലാമേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോടുകൂടി കൈവരുന്നതാണ്. ഈ കലാമേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ, പ്രശസ്തി പത്രങ്ങൾ, അനുമോദനങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് 2026. അതുപോലെ എടുത്തു പറയേണ്ടത്, ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വിധികൾ വന്നു ചേരും. മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക. നേരോടെ, നെറിവോടെ, നിഷ്കളങ്കതയോടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളിലും, കോടതി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങൾ നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക. ഓം നമോ നാരായണ മന്ത്രം ജപിക്കുക. ദുർഗാ ക്ഷേത്രങ്ങൾ, ദേവീ ക്ഷേത്രങ്ങൾ, ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോകണം. അതുവഴി 2026 നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ചക്രവർത്തി യോഗത്തിന്റെയും മഹാരാജ്യ യോഗത്തിന്റെയും ഫലങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ കറുത്ത ചരട് പൂജിച്ച് നിങ്ങൾ ശരീരത്തിൽ അണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വേറൊന്നുകൊണ്ടുമല്ല, നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതായ ആഭിചാര ബാധാ ദോഷങ്ങളും എരിച്ചിലും വെളിച്ചപേക്ഷകളും കൊണ്ടുള്ള ദോഷം തീരുവാനാണ്. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മം കഴിയുന്നത്ര ദിവസങ്ങളിൽ നിങ്ങൾ നെറ്റിയിൽ ചാർത്തുക. പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.